ഹായ്, ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ബ്രൗണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ബ്രൗണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 150 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് മെൽറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് മൈക്രോവേവിൽ വെച്ചിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് വെള്ളം ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഈ ബൗൾ അതിൻ്റെ മുകളിലായിട്ട് വയ്ക്കാം. ഈ ബൗളിലേക്ക് ആ വെള്ളത്തിൻ്റെ ചൂട് തട്ടുമ്പോൾ ഇതൊന്ന് മെൽറ്റായി തുടങ്ങും. അപ്പോൾ ഇതൊന്ന് സൈഡിൽ നിന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ബട്ടറും ചോക്ലേറ്റും ഒക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി കഴിയുമ്പോൾ ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ആ ചൂട് മാത്രം മതി, ഒരുപാട് തീയിൽ വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ചോക്ലേറ്റും ബട്ടറും ഒക്കെ നന്നായിട്ട് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എവിടെയെങ്കിലും മെൽറ്റ് ആവാതുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുത്ത് മെൽറ്റാക്കി എടുക്കണം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇതൊന്ന് നന്നായിട്ട് തണുത്ത് വരണം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നല്ല വലിയ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഞാനൊരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ബ്രൗൺ ഷുഗറും അല്ലാതെ നോർമൽ ഷുഗറൂടാണ് യൂസ് ചെയ്യുന്നത്. 1/2 കപ്പ് ലൈറ്റ് ബ്രൗൺ ഷുഗറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് കൂടി സാദാ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് പൊടിക്കാതെയാണ് ചേർത്തിട്ടുള്ളത്. ചെറിയ തരിയുള്ള പഞ്ചസാര ആയതുകൊണ്ട്, അല്ലെങ്കിൽ പൊടിച്ചിട്ട് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊടിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പഞ്ചസാര മെൽറ്റാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇത് നേരത്തെ ചൂടാക്കിയിട്ടുള്ള വെള്ളത്തിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഇപ്പോൾ കുറച്ചൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ തീ ഒന്നും ഓൺ ചെയ്യാതെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ആ വെള്ളത്തിൻ്റെ ചൂട് കൊണ്ട് ഈ ഒരു പഞ്ചസാര കുറച്ചൊന്ന് മെൽറ്റായി വരും. എന്നാൽ ഒരുപാട് ചൂടാകരുത്, മുട്ട പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് കൈ തൊടുമ്പോൾ ഒരു ചെറിയൊരു ചൂട് മാത്രമേ ഉണ്ടാവൂ. ഇനി ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിത് ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ആവശ്യമില്ല, അല്ലാതെ കൈകൊണ്ട് വേണമെങ്കിലും ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടോ ബീറ്റാക്കി എടുത്താൽ മതി. ഒന്ന് നന്നായിട്ടൊന്ന് പതഞ്ഞ് വരണം. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല പോലെ തന്നെ ഒന്ന് ബീറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചോക്ലേറ്റിൻ്റെ ബട്ടറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ചോക്ലേറ്റിൻ്റെ ബട്ടറിൻ്റെ മിക്സ് നന്നായിട്ട് തന്നെ തണുത്തിട്ട് വേണം ഈ ഒരു മുട്ടയുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാടിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് മിക്സായി വന്നാൽ മാത്രം മതി. ഇനി ബീറ്റേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പ് ചേർക്കുന്നുണ്ട്, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാനായിട്ട്. ഇതിലേക്ക് ഇനി കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ചേർത്തിട്ട് ഈ ഒരു മൈദയും കൊക്കോ പൗഡറും കൂടെ 1 കപ്പാണ് മൊത്തത്തിൽ വേണ്ടത്. അപ്പോൾ 1/4 കപ്പ് മൈദ എടുക്കുക, എന്നിട്ട് ബാക്കി കൊക്കോ പൗഡർ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് ഫുള്ളാക്കി എടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെയും ചോക്ലേറ്റിൻ്റെയൊക്കെ മിക്സിലേക്ക് അരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ബേക്കിംഗ് പൗഡറൊന്നും ഒട്ടും ചേർക്കുന്നില്ല. കൊക്കോ പൗഡറിലൊക്കെ നന്നായിട്ട് കട്ടകളുണ്ടാവും, അപ്പോൾ അരിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് ഒരു സ്പാച്ചുല വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ ഇതേപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി.
ബ്രൗണിയുടെ മിക്സ് ഇതേപോലെയാണ് വേണ്ടത്. ഒരുപാട് അങ്ങ് ലൂസ് ആവരുത്, എന്നാൽ കൂടുതലായിട്ട് ടൈറ്റ് ആവുകയും ചെയ്യരുത്. അപ്പം മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒരു ബേക്ക് ചെയ്യാനുള്ള ട്രേയിലേക്ക് ഒഴിക്കാം. ഇവിടെ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിൽ നന്നായിട്ട് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സൈഡിലും താഴെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ബ്രൗണിയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. ഓവൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവൻ ഇല്ലാതെ ചെയ്യുകയാണെങ്കിൽ ഒരു പാത്രം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ചൂടാക്കി എടുക്കുക. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് 2 തവണ ഒന്ന് ടാപ്പ് ചെയ്തുകൂടെ കൊടുക്കുക. എല്ലായിടത്തേക്കും ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഓവനിൽ വെച്ചിട്ട് 180 ഡിഗ്രിയിൽ ഒരു 35 മുതൽ 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഓരോ ഓവനും അനുസരിച്ചിട്ട് ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. ഒരു 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബ്രൗണി പുറത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. ഇതിനി കുറച്ചൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. തണുത്തിട്ട് ഇത് ഈ കേക്ക് ടിന്നിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. കേക്ക് ടിന്നിൽ നിന്ന് പുറത്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ട് ഇതിനി കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. നല്ല ഈസിയാണ് ചെയ്തെടുക്കാൻ. കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രൗണിയാണ്. ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. ഈ ഒരു ബ്രൗണി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി കാണാനായിട്ട് മറക്കരുത്. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്